അപ്പോൾ നമ്മളിപ്പോൾ പത്മരാജൻ സാറിൻ്റെ അടൂർ സാറിൻ്റെ ഒക്കെ സിനിമകളെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഒരു സമയത്ത് അശോകൻ്റെ ഇമേജ് ബ്രേക്ക് ചെയ്ത ഒരു കാലഘട്ടമുണ്ട് സിനിമയിൽ. അന്ന് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ചെറുപ്പക്കാരുടെ ഒരു സംഘം എന്ന് പറഞ്ഞിട്ട് എല്ലാ സിനിമയിലും ഉണ്ടായിരുന്നു. നമുക്കറിയാം കുറേ ചെറുപ്പക്കാരുണ്ടാവും, അവരുടെ കഥ, അവർ ഒരു പെണ്ണിൻ്റെ പുറകെ നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാലഘട്ടത്തിൽ ക്രേസായിരുന്നു അത്. ആ കാലത്ത് വലിയ വിജയം നേടിയ ചില സിനിമകൾ അശോകൻ ചെയ്തിട്ടുണ്ട് അല്ലേ? നമുക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ പറയുന്നില്ല. അവിടെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അശോകൻ്റെ മുഖം ഒന്ന് ചെറുതായിട്ടൊരു ടെൻഷനായി. നല്ല കാര്യങ്ങൾ മാത്രം പറയാനുണ്ട്. ഓക്കെ, അശോകനുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അശോകനെ ഞങ്ങൾ തമ്മിൽ ശരിക്കും പരിചയപ്പെടുന്നത്, ജനങ്ങൾക്കറിയാവുന്നത് ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രത്തിലൂടെയാണ്. അതാണ് ഞാൻ തോമസ് കുട്ടിന്ന് ആദ്യം വിളിച്ചത്. എന്നാൽ അശോകനും ഞാനുമായിട്ടുള്ള ബന്ധം അതിനു മുമ്പൊക്കെ തന്നെ തുടങ്ങിയാണ്. പെരുവഴി അമ്പലം എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം കൊല്ലത്ത് ഫൈൻ ആർട്സ് സൊസൈറ്റിക്കാർ ഒരു തീരുമാനമെടുത്തു. ഇത്രയും ഗംഭീരമായി അഭിനയിച്ച അശോകനെ വിളിച്ച് ഒന്ന് അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം കൊല്ലത്ത് വിമല ഹൃദയ ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ വന്നപ്പോൾ അപ്പോഴാണ് വളരെ അടുത്ത് അദ്ദേഹത്തെ കാണുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എല്ലാവരും തന്നെ വളരെ ആരാധനയോടുകൂടിയാണ് അശോകനെ അന്ന് നോക്കിക്കണ്ടത്. ഒരു 2 വാക്ക് പ്രസംഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രസംഗം കൊണ്ട് വലിയ കാര്യമില്ല, ഞാൻ ഒരു പാട്ട് പാടാം എന്ന് പറഞ്ഞ് അതിമനോഹരമായി ഒരു ഗാനം ആലപിച്ചു. ശരിക്കും അപ്പോഴാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ആരാധനയും അസൂയയും ആളിക്കത്തിയത്. ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ അശോകനുമായിട്ട് കൂടുതൽ ഇടപഴകാൻ ഉള്ളൊരു സാഹചര്യം വന്നപ്പോൾ പലപ്പോഴും നമ്മൾ അശോകനൊരു പാട്ട് പാടണം എന്ന് പറഞ്ഞാൽ അശോകനെ കൊണ്ട് പാടിക്കാൻ വലിയ പ്രയാസമാണ്. എന്നാൽ ജഗദീഷ് ഒരു പാട്ട് എന്ന് പറയുമ്പോൾ തന്നെ ജഗദീഷ് 4 പാട്ട് പാടി കഴിയും. അപ്പോൾ ജഗദീശിൻ്റെ ഒരു സ്വഭാവം അതാണ്. പക്ഷേ അശോകൻ കുറേ നിർബന്ധിച്ചൊരു പാട്ട് പാടിയാൽ അതൊരു പാട്ടായിരിക്കും. മലയാള സിനിമ എക്കാലവും ഓർമ്മിക്കുന്ന സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ഒക്കെ ആയിരുന്നു അശോകനെ വെച്ച് പടമെടുത്തിരുന്നത്. അപ്പോൾ അശോകൻ ഇനിയും ഒരുപാട് തമാശ പടങ്ങളിലും സീരിയസ് പടങ്ങളിലും സംഗീതത്തിലുമൊക്കെ മുന്നോട്ട് പോകട്ടെ എന്ന് ശരിക്കും ഒരാത്മാർത്ഥ സുഹൃത്തെന്ന നിലയിൽ ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അശോകൻ, അപ്പോൾ തോമസ് കുട്ടി എന്ന് പറഞ്ഞിട്ട് മുകേഷ് വിളിച്ചപ്പോൾ കേരളം മുഴുവൻ വിളിച്ചൊരു പേരാണ് തോമസ് കുട്ടി. ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ? എനിക്ക് അന്ന് ആ സിനിമയിൽ അശോകൻ അഭിനയിക്കുമ്പോൾ ഞാൻ അശോകനെ ആദ്യമൊക്കെ വിചാരിച്ചത് വളരെ ഗൗരവക്കാരനായ ഒരു നടനായിട്ട് തന്നെയാണല്ലോ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ബാക്കി എല്ലാവരും അറിയാം, ഇപ്പോൾ മുകേഷ്, ജഗദീഷ്, സിദ്ദീഖൊക്കെ കോമഡി റോളുകൾ അഭിനയിക്കുന്നതാണ്. അശോകൻ ഇതിലെങ്ങനെ ചേരും എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാനതിൻ്റെ ഡിസ്കഷൻ സമയത്ത് ഒരു ദിവസം സിദ്ദീഖിനെ ലാലിനെയും കണ്ടിരുന്നു. അവരുടെ ആ പടം കഴിഞ്ഞപ്പോൾ എന്തോ സംസാരിച്ച് കഴിഞ്ഞാൽ പുതിയ പടം തുടങ്ങണമെങ്കിൽ 4 പേരാണ് ചെറുപ്പക്കാർ, കോമഡിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ അവരുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, അശോകൻ കോമഡി റോൾ തന്നെ, പിന്നെന്താ ഞാൻ ചോദിച്ചു അശോകൻ കോമഡിയൊക്കെ അഭിനയിക്കും, പിന്നെന്താ, ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സിനിമ കണ്ടപ്പോൾ സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ അത് തുറന്നു പോയ ഈ അവസരത്തിൽ. അപ്പോൾ അതിൽ സിദ്ദീഖ് ഇപ്പോൾ നമ്മുടെ കൂടെ ടെലിഫോണിൽ ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹമായിട്ട് സംസാരിക്കാം. ഹലോ സിദ്ദീഖ്. ഹലോ കമൽ. ആ, എന്തുണ്ട്? നമസ്കാരം സിദ്ദീഖ്. സിദ്ദീഖ്, ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ ഹരിഹർ നഗറിൻ്റെ കാര്യം. ആ കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ ഒരു മാജിക്കൽ സെൻസേഷൻ എന്നൊക്കെ പറയുന്ന ഒരു സിനിമയായിരുന്നല്ലോ അത്. അപ്പൊ സംശയം പറഞ്ഞു കൊടുക്കണം. അല്ല, ഞാനൊരു സംശയം ഇങ്ങനെ പറയായിരുന്നേ. കാരണം മുകേഷ്, സിദ്ദീഖ്, ജഗദീഷൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കോമഡി അതിനു മുമ്പ് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതിൽ അശോകൻ എങ്ങനെ കാസ്റ്റ് ചെയ്തു എന്ന് ഞാൻ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴും. അതൊരു സംശയമായിരുന്നു അത് സത്യത്തിൽ. അതെ അതെ, എല്ലാവരും ഇപ്പോ അതിനകത്ത് വ്യത്യസ്തരാണ്. 4 പേരും 4 ആളുകളാണ്. ഇപ്പൊ മുകേഷും ജഗദീഷും മാത്രമാണ് അന്ന് ഹ്യൂമർ ചെയ്യുന്ന ആർട്ടിസ്റ്റ്. സിദ്ദിഖ് പോലും ഹ്യൂമർ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. സിദ്ദിഖ് ഇങ്ങനെ സിനിമകളിലൊക്കെ ഇങ്ങനെ മുഖം കാണിച്ച് വരുന്നൊരു സമയമാണ്. അശോകൻ ഒട്ടും ഹ്യൂമർ ചെയ്തിട്ടില്ല. അപ്പൊ 2 കഥാപാത്രങ്ങളും വളരെ ആളുകൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് ഇവർ 2 പേര്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇതിനകത്ത് കൂട്ടത്തിൽ ഏറ്റവും ഒരു ബാക്കിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് അശോകൻ. അതായത് കൂട്ടത്തിൽ ഏറ്റവും പയ്യനായിട്ടാണ് അശോകൻ ഇവരെല്ലാവരും കണക്കൂട്ടുന്നത്. അതുകൊണ്ടാണ് ഓടുമ്പോ തോമസ് കുട്ടി തൊടാന്ന് പറയുന്നത്. അവനെയാണ് എല്ലാവരും കെയർ ചെയ്യുന്നത്. കാരണം അവനാണ് കുടുങ്ങുക എന്നുള്ളതാണ്. അവിടെയൊക്കെ വെള്ളത്തിൽ കൊണ്ട് ഈ
ഈ മുക്കുന്നതും ഒക്കെ അശോകനെയാണല്ലോ. അതെ അതെ അതെ. അത്തരം ഒരു ക്യാരക്ടറിന്റെ ഒരു വ്യത്യസ്തതയാണ് അശോകനെ തിരഞ്ഞെടുക്കാൻ കാരണം. അതുപോലെ തന്നെ പ്രത്യേക രൂപമൊക്കെ ഉള്ള ഒരാളാണ് അശോകൻ. നല്ല മനോഹരമായ കണ്ണാണ് അശോകൻ. പിന്നെ അശോകന്റെ ചിരിയില് ഒരു എവിടെയോ ഒരു കള്ളത്തരമുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു കള്ളത്തരമുണ്ട് അല്ലേ? അതെ അതെ അതെ. ഭയങ്കര ഒരു വളരെ പെട്ടെന്ന് ഇഷ്ടം തോന്നുന്ന ഒരു രൂപമാണ് അശോകൻ. മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ അശോകനെ പോലെ മിടുക്കനായിട്ടുള്ള വേറൊരാളുണ്ട് എനിക്ക് തോന്നുന്നില്ല. അത്രയും രസമാണ് അശോകന്റെ. അശോകൻ ഒരു യുവാവായിട്ടാണ് പ്രേക്ഷകർ കാണുന്നത്. അത് വളരെ വയസ്സ് കുറെ ആയെങ്കിലും അത് അശോകന്റെ രൂപത്തിന്റെയാണ്. അതിനൊക്കെ പുറമെ നല്ല സുഹൃത്തും കൂടിയാണ് അശോകൻ. വളരെ സന്തോഷം സിദ്ദീഖ്. സന്തോഷം. എല്ലാവിധ ആശംസകളും വിജയങ്ങളും നേരുന്നു അശോക്. താങ്ക് യു സിദ്ദീഖ്. താങ്ക് യു. അപ്പോൾ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സെൻസേഷൻ ഉണ്ടാക്കി പുതിയ ജനറേഷന് അശോകനെ ഒരു പുതിയൊരു ഇമേജിലേക്ക് കാണാൻ പറ്റി തോമസ് കുട്ടിയിൽ നിന്ന്. അതെ അതെ. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും, അശോക് മാത്രമല്ല അതിൽ അഭിനയിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ജഗദീഷിൻ്റെ ഒരു ക്യാരക്ടർ, ഫണ്ണി ആയിട്ടുള്ളൊരു ക്യാരക്ടർ പിള്ളേരുടെ ഇടയിൽ വല്ലാത്ത സെൻസേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ജഗദീഷിനായിട്ടും സംസാരിക്കാം. ജഗദീഷ് ഇപ്പോൾ ടെലിഫോണിൽ വരുന്നുണ്ട്. ഓക്കെ. ഹലോ ജഗദീഷ്. നമസ്കാരം. 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 എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ജഗദീഷ്, ഞങ്ങളിങ്ങനെ ഹരിഹർ നഗറിന്റെ ആദ്യത്തെ പാർട്ടും പിന്നെ സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് ഇതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു. അശോകനെ കുറിച്ച് പറയുമ്പോൾ ഹരിഹർ നഗറിന് മുമ്പ് പറഞ്ഞോട്ടെ, ഞാന് ഇപ്പോ നമ്മള് ഒരു ടീമായിട്ട് ഹരിഹർ നഗറിൽ വന്നെങ്കിലും അതിനു മുമ്പ് തന്നെ ഈ പത്മരാജൻ സാറിന്റെ കണ്ടുപിടുത്തം എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ വളരെ താല്പര്യപൂർവ്വം പെരുവഴി അമ്പലം കാണാൻ പോയി. അന്ന് തന്നെ എല്ലാവരും ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. കേരളം ശ്രദ്ധിച്ചു. ഇങ്ങനെ ഒരു കലാകാരൻ ഒരു പ്രത്യേക കണ്ണുകളും ഒക്കെ ആയിട്ട് ചില എക്സ്പ്രഷൻസും ഇങ്ങനെ തല വെട്ടിച്ച് നോക്കുന്ന ഈ പത്മരാജ സാറിന്റെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ആൾക്കാരുടെ കണ്ടുപിടുത്തം എന്ന് പറയുമ്പോൾ അത് വളരെ ആപ്റ്റ് ആയിരിക്കും. അന്ന് തൊട്ട് ശ്രദ്ധിച്ചാണ്. പിന്നീട് എല്ലാ അർത്ഥത്തിലും ഒരു നല്ല കലാകാരൻ, നല്ല സുഹൃത്ത്, നല്ല ഗായകൻ. മലയാള സിനിമയിലെ പഴയ പാട്ടുകൾ എനിക്കും സിദ്ദീഖിനും അശോകനും മനോജ് കെ ജയനും ഞങ്ങൾക്കെല്ലാം പ്രത്യേക ഒരു ആ രീതിയിലുള്ള ഒരു ഗ്യാങ്ങും ഉണ്ട്, ഹരിഹർ നഗർ ടീമും ഉണ്ട്. ഇനിയിപ്പോ എന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ സിദ്ദിഖ് അന്ന് പറഞ്ഞാണ് ജഗദീഷിന് ലഭിക്കാൻ പോണ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ജഗദീഷിന് ഇപ്പൊ ഒരു 10-12 വയസ്സുള്ള കുട്ടികൾ ജഗദീഷിന്റെ ഫാൻസ് ആയിരിക്കും. അത് കഴിഞ്ഞ് അവര് വേറെ ആൾക്കാരുടെ പിന്നാലെ സൂപ്പർ താരങ്ങളുടെയോ മറ്റ് ഹീറോസിന്റെ പിന്നാലെ പോയാൽ അടുത്ത് വേറെ 2 വയസ്സുകാരും 3 വയസ്സുകാരും 4 വയസ്സുകാരും വീണ്ടും ഈ അപ്പുക്കുട്ടന്റെ പിന്നാലെ വരും. അത് കറക്റ്റാണ്. അപ്പൊ ഞാൻ കളിയാക്കി അതിനെ ഞാൻ കണക്കാക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ നല്ല വിവരം വരുമ്പോ അവര് മമ്മൂട്ടി, മോഹൻലാൽ അങ്ങനെ അങ്ങ് പോവും. അതുവരെ എന്റെ കൂടെ ഉണ്ടാവും. പിന്നെ വീണ്ടും അടുത്ത കുട്ടികൾ വരും. അതെ, അടുത്ത കുട്ടികൾ വരും. പക്ഷേ തമാശയായിട്ട് പറഞ്ഞിരുന്നാലും ആ ഒരു ജനറേഷൻ, ഏതെങ്കിലും ഒരു ജനറേഷന് മാത്രം ആട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ഈ പാത്ര സൃഷ്ടി നടത്തിയ സിദ്ദിഖ് ലാൽമാരോട് ഞാനും അശോകനും മുകേഷും സിദ്ദിഖും ഒക്കെ കടപ്പെട്ടിരിക്കുന്നു. ആജീവനാന്തം കടപ്പെട്ടിരിക്കുന്നു. കറക്റ്റാണ്, തീർച്ചയായിട്ടും. ഇനി ഒരു 20 വർഷത്തേക്കെങ്കിലും വീണ്ടും ഈ പേര് കിട്ടുന്നുള്ളതാണ് അല്ലേ ജഗദീഷേ? തീർച്ചയായിട്ടും. അമേരിക്കയിൽ പോകുമ്പോഴും എപ്പോഴും ചെല്ലുമ്പോഴും വേറൊരു കാര്യമുണ്ട്. എന്നെ കാണുമ്പോഴും അപ്പുക്കുട്ടനെ കാണുമ്പോഴും മുകേഷിനെ കാണുമ്പോഴും സിദ്ദിഖിനെ കാണുമ്പോഴും തോമസ് കുട്ടി വിട്ടോടാന്നാണ് ആദ്യം പറയുന്നത്. അത് അശോകനാണ് അതിന് ക്രെഡിറ്റ്. ഓക്കെ, വളരെ സന്തോഷം ജഗദീഷ്. ജഗദീഷ് വളരെ നന്ദി, സന്തോഷം. ഇപ്പൊ ജഗദീഷ് പറഞ്ഞ പോലെ ഏറ്റവും ചെറിയ പിള്ളേർക്ക് വരെയും ഈ ഹരിഹർ നഗറും അതിലൂടെ തോമസ് കുട്ടിയൊക്കെ വളരെ ഫെമിലിയറായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അടുത്ത ജനറേഷനിലുള്ള കുട്ടികൾക്കും തോമസ് കുട്ടി അത്ര പ്രിയങ്കരമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇപ്പം നമുക്ക് സിനിമയുടെ വിശേഷങ്ങൾ പറഞ്ഞു, സുഹൃത്തുക്കളെ കണ്ടു, എല്ലാവരും കണ്ടു. പക്ഷേ പ്രേക്ഷകർ അല്ലെങ്കിൽ അശോകനെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെ നമ്മളിതുവരെ വേദിയിലേക്ക് ക്ഷണിച്ചില്ല. അത് സ്വന്തം കുടുംബത്തിലെ ഉള്ള അംഗങ്ങളാണ്, ഭാര്യ, മകളും. അതെ, അവരിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മകളല്ലേ അശോകന്? ഒരു മകൾ. അതെ. മകളുടെ പേരെന്താണ്? കാർത്തിയായനി. വൈഫിൻ്റെ പേര്? ശ്രീജ. അപ്പോൾ നമുക്ക് വൈഫ്, മകള് ഇവരെ രണ്ടുപേരും ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. തീർച്ചയായിട്ടും. ഇപ്പോൾ ചെന്നൈയിലല്ലേ നിങ്ങൾ താമസിക്കുന്നത് അല്ലേ? മോള് ചെന്നൈയിലാണ് പഠിക്കുന്നത് അല്ലേ? ഇപ്പോൾ +2 കഴിഞ്ഞു, 12th കഴിഞ്ഞു. പിന്നെ ഡിഗ്രിക്ക് ചേർന്നു അല്ലേ?
അശോകൻ കല്യാണം കഴിച്ചത് ഏത് സിനിമ ചെയ്യുന്ന സമയത്ത്? കല്യാണ സമയത്ത് നടക്കുന്ന സിനിമ ഒരു കടങ്കഥ പോലെ, ആഹാ. ജോഷി മാത്യു സിനിമയാണ് ചെയ്ത സിനിമ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിൻ്റെ തലേദിവസമാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. ആണോ? അതുവരെ ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു. ആ, അതിലപ്പോൾ സീനും തീരുന്നില്ല, അവർക്ക് വിടണമെന്നുണ്ട്. പക്ഷേ തലേദിവസം ഏതാണ്ട് ഉച്ചയോടെ ഞാൻ പോകുന്നത്. പ്രണയ വിവാഹമായിരുന്നോ അതോ അറേഞ്ച്? അല്ലല്ല, അറേഞ്ച്ഡ്. എവിടെ നാട്? എവിടെ? അടൂര് കഴിഞ്ഞിട്ട്. ഓക്കെ. മോള് ചെന്നൈയിൽ പഠിക്കുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? ഇവിടെ നാട്ടില്? ഫസ്റ്റ് 4th വരെ നാട്ടിലായിരുന്നു, കായംകുളത്ത്. പിന്നെ 4th തൊട്ട് ചെന്നൈയില്. മോൾക്ക് ഇവിടെ ജീവിക്കുന്നതാണ് ഇഷ്ടം, ചെന്നൈയിൽ ജീവിക്കുന്നതാണ് ഇഷ്ടം? ഇപ്പൊ ചെന്നൈയാണല്ലേ. അശോകനും ഇപ്പൊ അങ്ങനെ ആയിരുന്നില്ല, ചെന്നൈയിലാണ്. തമിഴ്നാട്ടുകാരൻ തീരെ മുൻപ് ഇഷ്ടമല്ല. അത്രയും വർഷമായിട്ട് അവിടെ ഡബിങ്ങിനും അല്ലെങ്കിൽ ചില ഷൂട്ടിങ്ങിനൊക്കെ പോയി വരുന്നെങ്കിൽ എനിക്കന്ന് ഇഷ്ടമേ ആയിരുന്നില്ല. എങ്ങനെയെങ്കിലും പണി തീർത്ത് അടുത്ത ട്രെയിനിൽ കയറി ഇവിടെ വരിക എന്നുള്ളതായിരുന്നു. ഇപ്പം അതങ്ങ് മാറി. ഇപ്പം ചെന്നൈയിൽ ഉള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഒരു ഏതാനും കുറേ വർഷങ്ങളായിട്ട് മദ്രാസാണ് ഇപ്പോൾ ഇഷ്ടം അല്ലേ? വീട്ടിലെങ്ങനെയാണ്? സൗമ്യനാണോ അതോ ചില കാര്യങ്ങൾക്കൊക്കെ മുഷിയും ദേഷ്യമൊക്കെ ഉണ്ട്? പെട്ടെന്ന് പോകും, പെട്ടെന്ന് ദേഷ്യം വരും. ചില നിസ്സാര കാര്യത്തിനേക്കും ദേഷ്യം വരും, പെട്ടെന്ന് പോകും, പെട്ടെന്ന് ദേഷ്യം മാറും അല്ലേ? ആകെ കിടക്കുന്ന വീട്ടിലേ ഉള്ളൂ, വെളിയിൽ നടക്കത്തില്ല. അതെ, വെളിയിൽ നടക്കാത്തതുകൊണ്ട് നമ്മൾ അതൊക്കെ വീട്ടിൽ തീർക്കും അല്ലേ? മോൾക്ക് അച്ഛൻ്റെ സിനിമകൾ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹരിഹരനഗരാണ്. ഞാൻ പിള്ളേരുടെ ചോദിക്കേണ്ട കാര്യം, ഞാൻ പ്രതീക്ഷ അത് തന്നെ പറയുള്ളൂ അല്ലേ? പിള്ളേർക്ക് അതെല്ലാം ഇഷ്ടപ്പെടുള്ളൂ അല്ലേ? അത് ഇവള് ഈ ടു ഹരിയർ ഇൻ ഹരിയർ എന്ന് പറഞ്ഞ കണ്ട ടി വി കൂടെ ആണല്ലേ? അത് ഭയങ്കരമായിട്ട് ഇഷ്ടം, അതും ഇഷ്ടമായി. ശരി. ആ, നമ്മൾ കറക്റ്റ് അഭിപ്രായം പറയും, മെമ്പർഷിപ്പൊക്കെ ചെയ്യുള്ളൂ. ആണല്ലേ? അച്ഛൻ്റെ എന്ത് സ്വഭാവമാണ് ഏറ്റവും ഇഷ്ടം? അച്ഛൻ ഭയങ്കര ഫ്രണ്ട്ലിയാ. ആണല്ലേ? ഒരു നല്ല ഫ്രണ്ടാണ് അച്ഛൻ. എങ്ങനെ മോള് പാട്ട് പാടുമോ? അവള് അത്യാവശ്യം കുറച്ചൊക്കെ പാടും. ആണല്ലേ? പാരമ്പര്യം കിട്ടിയിട്ടുണ്ട്. കുറച്ച് പാടും അവള്. വൈഫോ? ഇല്ല, വൈഫ് പാട്ട് പാട്ട് നമ്മൾ പാടുന്ന പാട്ട് പറയും. പറയുമ്പോഴേ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. മോളൊരു പാട്ട് പാടിയാലോ? കണ്ണഴക കാലഴക പൊന്നഴക പെണ്ണഴക എങ്കേയോ തേടി செல்லும் വിരലഴക ഇലകൾ കോർത്ത് കൊള്ളും വിധമഴക ഉയിരേ ഉയിരേ ഉണை விட எதுவும் உயிரில் பெரிதாயில்லையடி அழகே அழகே உன்னை விட எதுவும் അഴകിൽ അഴകായില്ലയടി. നന്നായിട്ടുണ്ട്. അതിന് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള വോയിസ് ഉണ്ട് കേട്ടോ. നമുക്ക് സിനിമാകാരനായിട്ടാണല്ലോ കല്യാണം കഴിച്ചത്. അപ്പോൾ അന്ന് ഒരു സിനിമാകാരനെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം സുഖമായിരിക്കും, അങ്ങനെ വല്ലതായിരിക്കും, അതെല്ലാം കുഴപ്പമായിരിക്കും. അങ്ങനെ അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളൊക്കെ റിലേറ്റീവ്സിൻ്റെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല. സിനിമാകാരത്തെ കല്യാണം കഴിച്ച കുഴപ്പമായിരിക്കും. കുടുംബപരമായിട്ട് നേരത്തെ റിലേറ്റീവ്സ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബപരമായിട്ട് അറിയാവുന്ന, പരസ്പരം അറിയാവുന്ന കുടുംബവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ സിനിമാകാരനെ കല്യാണം കഴിച്ചതിൽ ഒരു പ്രശ്നമില്ലല്ലോ. ആൾക്കാർ വെറുതെ പറഞ്ഞാണ് അല്ലേ? ഇപ്പോൾ അശോകൻ്റെ ഭാര്യയായാൽ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും മോളും അല്ലേ? ഇങ്ങനെ ഒരു അച്ഛൻ്റെ മകളായിട്ട് ജനിച്ചതിൽ അല്ലേ സന്തോഷിക്കുന്നു. എന്തായാലും വളരെ നല്ലതാണ്. നല്ല സ്വസ്ഥമായൊരു കുടുംബജീവിതം ഉണ്ടാകുന്ന പറഞ്ഞൊരു കലാകാരനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഭാഗ്യമാണ്, പുണ്യമാണ്. അത് അശോകനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെയധികം സന്തോഷം. ഈ ഷോയിൽ ഇപ്പോൾ വൈഫും മകളൊക്കെ വന്നു. നമ്മൾ അശോകൻ്റെ ഒരു ജീവിത ചക്രത്തിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചു. അശോക ചക്രത്തിലൂടെ നമ്മൾ ശരിക്കും സഞ്ചരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് പ്രതിഭാധനരായിട്ടുള്ള സംവിധായകരുടെ കൂടെ സിനിമയിൽ വന്നു. ഒരുപാട് കാലഘട്ടങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക എന്നുള്ളത് അത് വലിയ കാര്യമാണ്. അതിപ്പോൾ ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ 30 വർഷം 32 വർഷം സിനിമയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതിലിങ്ങനെ നിത്യയൗവനത്തോടുകൂടി നിൽക്കുന്നു എന്നുള്ളത് അതിനേക്കാളും വലിയ കാര്യമാണ്. ഏതായാലും അതിയായ സന്തോഷം.